തിരികെ യൂണിവേഴ്സലിലേക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇതിൽ ഡോക്ടേഴ്സ് വിത്ത് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് മാത്രമല്ല ഉള്ളത്, ഇതിലൊരു ഹോണറിങ് സെഷനും കൂടി ഉണ്ട്, ഒരു ആദരവ് നൽകലുണ്ട്. 2 ഡോക്ടേഴ്സ് നമ്മൾ ആദരവ് നൽകുകയാണ്, ഡോക്ടർ ജസീൽ ഖാൻ ആൻഡ് ഡോക്ടർ അഞ്ജു തോമസ്. ജസീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസീൽ ഖാൻ യൂണിവേഴ്സലിൽ 2016 പഠിച്ചത്. 2016 ഇവിടെ നിന്ന് പാസ് ഔട്ട് ആയി പോയി ഓൾ ഇന്ത്യ എൻട്രൻസ് എഴുതി ESI മെഡിക്കൽ കോളേജ് ചെന്നൈയിൽ നിന്ന് MBBS പൂർത്തിയാക്കി ജൂനിയർ റെസിഡന്റ് ആയിട്ട് ESIന്റെ മറ്റൊരു മെഡിക്കൽ കോളേജ് ബോണ്ട് ഉണ്ടാവും അവർക്ക് 1.5 വർഷത്തോളം ESI മെഡിക്കൽ കോളേജ് ഗുൽബർഗയില് ജൂനിയർ റെസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്ത്, അത് കഴിഞ്ഞ് ഈ കൊല്ലത്ത് നീറ്റ് PG എഴുതി JR ആയിട്ട് ജൂനിയർ റെസിഡന്റ് ആയിട്ട് ESI മെഡിക്കൽ കോളേജ് ഗുൽബർഗയില് ജോലി ചെയ്യുകയും, അത് കഴിഞ്ഞ് ഈ വർഷത്തെ 2024 PG എഴുതി DNB സർജറിക്ക് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലില് സെലക്ഷൻ കിട്ടി ചേരാൻ പോവുകയാണ് ഈ ആഴ്ച തന്നെ. ഞാൻ ഒരു ഡോക്ടർ ആവണമെന്ന് തീരുമാനിച്ചത് എൻ്റെ 10ാം ക്ലാസ്സിലാണ്. പിന്നെ +1 ആരോ പറഞ്ഞു യൂണിവേഴ്സിൽ നല്ലതാണ്, അങ്ങനെ ഞാൻ വന്ന് ജോയിൻ ചെയ്തു. +1 +2 ഇവിടെ ആയിരുന്നു. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തു, അത് ഫ്രീ ആയിട്ടാണ് ചെയ്തത്. അതിന് സാറിന് കാരണം അന്നൊരു പോളിസി ഉണ്ടായിരുന്നു, +1 +2 4 വിഷയങ്ങളുണ്ടല്ലോ, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി A+ ഉണ്ടായി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇവിടെ പഠിക്കാമെന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്നത്. ഞാനിവിടെ റിപ്പീറ്റ് ചെയ്തു. എനിക്ക് 13,000 ആയിരുന്നു അന്ന് റാങ്ക് കിട്ടിയത്. അപ്പോൾ അന്ന് ജോയിൻ ചെയ്യാൻ പറ്റൂലായിരുന്നു MBBSന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു വേറെ വല്ല കോഴ്സിനും പൊക്കുമെന്ന്. ഞാൻ തീരുമാനിച്ചു ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാമെന്ന്. അതും ഫ്രീ ആയിട്ടാണ് പഠിച്ചത്. അതിനും സാറിന് അപ്പോൾ ഞാൻ നിങ്ങളൊക്കെ പോലെ തന്നെ ഇതിലുള്ള പകുതി മുക്കാൽ പേരും പ്രോപ്പർ മിഡിൽ ക്ലാസ് ആവറേജ്, അത്ര വലിയ എക്സ്ട്രാ ഓർഡിനറിറ്റുള്ള ആരും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും പറ്റും ഇത്. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്തു. അത് വീട്ടിൽ നിന്ന് പോയി വരുന്ന രീതിയിലായിരുന്നു. ലാസ്റ്റ് 5 മന്ത് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പ്രോപ്പറായിട്ട് പോവില്ല. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ ചേർന്നു. പ്രോപ്പറായിട്ട് ഫുൾ സാക്രിഫൈസ് ചെയ്ത് ഫുൾ പഠിക്കാൻ വേണ്ടി മാത്രമായിട്ടിരുന്നു. പിന്നെ ഞാൻ MBBS തീർന്നു. MBBS തീർന്ന് ESIC മെഡിക്കൽ കോളേജിൽ ബോണ്ട് ഉണ്ട്. ആക്ച്വലി എൻ്റെ ടൈമിൽ 5 ഇയർ ബോണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തും 5 ഇയർ ബോണ്ടായിരുന്നു. അതിലിപ്പോൾ 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ബോണ്ട് ബ്രേക്ക് ചെയ്തു. കാരണം ആ ഒരു കംഫർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഞാനവിടെ ഫ്രീ ആയിട്ട് നല്ല സുഖമായിട്ട് പണിയെടുത്ത് വരുമായിരുന്നു. നല്ല സാലറി ഉണ്ടായിരുന്നു, 1 ലാഖിൻ്റെ അടുത്ത് സാലറി ഉണ്ടായിരുന്നു. ലാസ്റ്റ് 4 മന്ത് അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, നമ്മൾ കംഫർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഒരു ജീവിതത്തിലൊരു ഗ്രോത്ത് വേണമെന്നുണ്ട്. മറ്റേ ഞാൻ 5 ഇയർ അവിടെ ലോക്കായി പോകും. അത് ഗുൽബർഗ എന്ന സ്ഥലത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അത് കുറച്ചൊരു ഐസൊലേറ്റഡ് പ്ലേസാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ബ്രേക്ക് ചെയ്യാം. വന്നു 4 മാസം പഠിച്ചു. എനിക്ക് കുഴപ്പമില്ലാത്ത റാങ്ക് കിട്ടിയായിരുന്നു. അങ്ങനെ DNB സർജറിക്ക് ഇപ്പോൾ ജോയിൻ ചെയ്തായിരുന്നു. എനിക്ക് സർജിക്കൽ ഫീൽഡാണ് ഇഷ്ടമുള്ളത്, സർജൻ ആവണം എന്നുള്ളത്. ഞാൻ 10ാം ക്ലാസ്സിലെ എനിക്ക് എൻ്റെ ആഗ്രഹം കാർഡിയോ തോറാക്സിക് സർജൻ ആവണം എന്നായിരുന്നു. അന്ന് എങ്ങനെ ആവണം എന്താ ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അന്ന് തന്നെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ സർജറി എടുത്തിട്ടുണ്ട്. എനിക്ക് എമർജൻസി മെഡിസിൻ ESIC മെഡിക്കൽ ഞാൻ പഠിച്ചെടുത്ത് തന്നെ ഇത് കിട്ടിയായിരുന്നു. അപ്പോൾ അത് ഞാൻ വേണ്ടെന്ന് വെച്ച്. എനിക്ക് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് DNB സർജറി ഇല്ലെങ്കിൽ എമർജൻസി മെഡിസിൻ. എമർജൻസി മെഡിസിൻ ഈ പറഞ്ഞ പോലെ നല്ല സാലറി ഉണ്ടാവും, 1 ലാഖ് പ്ലസ് സാലറി കിട്ടും, 2 വർഷം ബോണ്ടും ഉണ്ടാവും. DNB സർജറി ആണെങ്കിൽ 58,000 എന്തോ സാലറി ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ഡേ മിനിഞ്ഞാന്നായിരുന്നു ജോയിൻ ചെയ്യാനുള്ളത്. DNB സർജറിക്ക് ലാസ്റ്റ് ഡേ മിനിഞ്ഞാന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഡൗട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട്, എമർജൻസി മെഡിസിന് പോകണോ സർജറിക്ക് പോകണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ അനിയനെയും കൂട്ടി മെമ്മറൈസിൽ വന്ന് ഒരു ഐസ്ക്രീം കഴിച്ച്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുണ്ടാവും. എനിക്ക് ഫുഡ് നല്ല പാഷനേറ്റ് ആയിട്ടുള്ള ആളാണ് ഫുഡിനെ കുറിച്ച്. അപ്പോൾ ഞാൻ എന്താ പറയണമെന്ന് വെച്ചാൽ ഈ സ്ട്രെസ്സ്, ഈ ബുദ്ധിമുട്ടുകൾ, ഈ ഫാമിലി ടെൻഷൻസ്, ഈ എല്ലാവരും ആവറേജാണ്. അങ്ങനെ എക്സ്ട്രാ ബില്ലുണ്ടായിട്ടുള്ള വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യാൻ പഠിക്കുക. ഇതെല്ലാം എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളാണ്. ഈ മൂഡ് സ്വിങ്സ് എല്ലാം എല്ലാവർക്കും ഉണ്ടാവും. ലൈഫ് എന്ന് പറയുന്ന ഒരു ഗ്രാഫ് പോലെ, അത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും എപ്പോഴും. അതിൽ മെയിൻലി ഡൗൺ ആയി നമ്മളുടെ കാര്യത്തിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നന്നായിട്ട്
പഠിക്കുക, സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ഫാമിലി സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ഫ്രണ്ട്സ്, നമ്മളുടെ ടൈം, ഫങ്ഷൻസ് എല്ലാം സാക്രിഫൈസ് ചെയ്ത് ഇനി ഒരു 6 മാസം 5 മാസമാണ് നിങ്ങൾക്ക് എക്സാമിനുള്ളത്. അത് പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും സീറ്റ് കിട്ടും, ഡോക്ടർ ആവാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ മാനിഫെസ്റ്റേഷൻ എന്നുള്ളതുണ്ടല്ലോ, ഡെയിലി രാവിലെ നമ്മൾ പ്രാർത്ഥിക്കണ പോലെ തന്നെ ഡെയിലി രാവിലെ എണീറ്റ് ഞാനൊരു ഡോക്ടറാണെന്നുള്ള ചിന്താഗതിയിൽ അങ്ങനെ ചിന്തിച്ച് അങ്ങോട്ട് പഠിക്കുക തന്നെ, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഓഫ് ലക്ക്. ഡോക്ടർ സുമയ്യ യൂണിവേഴ്സലിൽ പഠിച്ചു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായി, MD പീഡിയാട്രിക്സ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തു. ശേഷം DNB പരീക്ഷ എഴുതി. എറണാകുളം മെഡിക്കൽ കോളേജിൽ കുറച്ചു കാലം SR ആയിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പീഡിയാട്രിക് പൾമനോളജിക്ക് റെയിൻബോ ഹോസ്പിറ്റൽ ഹൈദരാബാദിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ സ്പെഷ്യലൈസേഷൻ. ഒരു പീക്ക് ടൈമില് ഇവിടെ വന്നിട്ട് എല്ലാരും ഇത്രയും ക്യൂരിയസ് ആയിട്ട് ഇരിക്കുകയാണ്. Because that little different from other students who is easy going. അപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നും, studying from this time to this time, is it worth it? First question എന്താണ്? നിങ്ങൾക്ക് ഒരു 10 ആള് ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾ കല്യാണത്തിന് പോകുന്നുണ്ടാവില്ല, നിങ്ങൾ പരിപാടിക്ക് പോകുന്നുണ്ടാവില്ല, നിങ്ങൾ അധികം സോഷ്യലൈസ് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങൾ പണ്ട് ടൈമിന് പടം വരക്കലോ നിങ്ങളുടെ ആക്ടിവിറ്റീസോ ഡാൻസോ ഒക്കെ പെട്ടിയിലാക്കി ഉള്ളിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ കുറേ ചെയ്ത് നിങ്ങൾ ഈ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ പലരും ചോദിച്ചു, ഇസ് ഇറ്റ് വർത്ത് ഇറ്റ് അല്ലെ? അതിനൊരു ആൻസർ കിട്ടണ്ടേ? അല്ലെങ്കിൽ സാധാരണ മലയാള ഭാഷയിൽ എന്തിനാ മോനെ പഠിക്കുന്നത്, എന്തിനാ അത്ര കഷ്ടപ്പെടുന്നത്, ഒന്നും ഇല്ലെങ്കിൽ നല്ല ബിസിനസ് ചെയ്ത് ഗൾഫ് പോയി കാശ് ഉണ്ടാക്കാന്ന് പറയുന്ന ആളുകളുണ്ടാവും. സംഭവം ശരിയാണെങ്കിൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനല്ല, അത് നമ്മുടെ വ്യൂ പോയിന്റിനനുസരിച്ചിരിക്കും. ലൈക്ക് നിങ്ങൾക്ക് ഒരു കാര്യത്തിന്റെ നോളജ് ഡെപ്ത് വിത്ത് മണി ഇല്ലാന്നേ പറയാം. വിത്ത് മണിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി ചൂസിങ് ആൻ അക്കാഡമിക് വേ. ഇപ്പോ എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് റെസ്പെക്ടബിൾ ആയിട്ടുള്ള ഒരു ജോബ് ഉണ്ട്. ഇവ ഞാനൊരു MBA ഉള്ള ഒരാളാണ്. എന്നിട്ടും ഞാൻ ചൂസ് ചെയ്തതാണ് അടുത്ത ഞാൻ ആസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബെസ്റ്റ് ഓഫ് മൈ കരിയർ വാസ് ഗോയിങ് ടു ആ സ്റ്റേജിലാണ് ഞാൻ ആ ജോബ് കളഞ്ഞതാണ്. ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തിട്ടാണ് അടുത്ത ജോബിന് വേണ്ടിയിട്ട് പീഡിയാട്രിക് പൾമനോളജിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതും മൾട്ടിപ്പിൾ എംബറൻസ് ചെയ്തതൊക്കെ. അപ്പൊ സോ മെനി പീപ്പിൾ, ഈവൻ മൈ ഹസ്ബൻഡ് ആസ്ക്ഡ് മീ, why are you struggling so much for this? Is it worth it? എല്ലാവരും ചോദിക്കും. ഉപ്പ് തന്നെ എന്റെ അടുത്ത് ചോദിച്ചത്. കാരണം 2 ഡിഗ്രി 3 ഡിഗ്രി കഴിഞ്ഞിട്ട് 4ാമത്തെ ഡിഗ്രിയിലോട്ടാണ് പോകുന്നത്. എന്റെ മോളെ ഞാൻ ഇവിടെ നിർത്തി പോകണം, ഫാമിലി കോംപ്രമൈസ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പൊ ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? അതൊരു ക്വസ്റ്റ്യൻ ആണ്, അത് നമ്മൾ ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റണം. We should believe in ourselves. It is worth it. മനസ്സിലായോ? നമുക്കൊരു നോളജ് ഉണ്ടായിട്ട് നമ്മൾ ആ ലെവലിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അതൊരു വേറെ ഒരു കോൺഫിഡൻസും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണത്. അപ്പൊ അതാണ് അതിന്റെ ഫസ്റ്റ് ആൻസർ, വർത്ത് ഇറ്റ് എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സലിൽ പഠിക്കുന്നത് വർത്താണോ എന്നുള്ളത്. അത് ആൻസർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ സെലക്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അല്ലെ? അപ്പൊ അത് വർത്താണോ എന്നുള്ളത്. ഞാൻ പേരുടെ മോളാണ്, എനിക്കതിൽ പറയാനില്ല. അത് സെമിയ പറയട്ടെ. ബേസിക്കലി സെമിയ ഒക്കെ ഞങ്ങൾ റൂമിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ സെമിയ എന്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. സോ ഞാൻ ഈ യൂണിവേഴ്സിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എത്തില്ല കേട്ടോ. MBBS കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് സെമിയ മനസ്സിൽ എടുത്ത് പറഞ്ഞു. അത് ഈവൻ ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു മലപ്പുറത്ത് ഞാനൊരു സാധാരണ മലപ്പുറത്ത് നിന്ന് ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന കുട്ടിയാണ്. ഞാൻ 2011 ബാച്ചാണ് MBBS. അതായത് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ +2 കയറി ഞാൻ 2008 ബാച്ചാണ്. അപ്പോ ഞങ്ങളുടെ ഏജിൽ അത് പോസിബിൾ അല്ല. അത്രയും ദൂരെ പോവുക, അത്രയും അവിടെ പോയി പഠിച്ചു നിന്ന് മേ ബി ഹോം സിക്നസ് ആ ഏജിലുള്ള കുറെ കാര്യങ്ങൾ സർപ്പാസ് ചെയ്ത് കിട്ടിയത്. ഞങ്ങൾക്കൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം. ഞങ്ങളൊക്കെ ഡേ സ്കോളേഴ്സ് ആയി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളുകളാണ്. ഹോസ്റ്റലേഴ്സ് ആയിട്ട് പിന്നെ പഠിച്ചിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈവൻ ദോ ഡേ സ്കോളേഴ്സ് ആയിട്ട് പഠിച്ചാണ്. പിന്നെ നിങ്ങൾ അടുത്ത പിള്ളേർക്ക് പിന്നെ ഹോസ്റ്റലേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് ക്വസ്റ്റ്യൻ. അത് ഞാൻ അബ്സല്യൂട്ട്ലി പറയും. ഇപ്പോഴത്തെ ഹോസ്റ്റലിന്റെ കൾച്ചർ, യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിന്റെ കൾച്ചർ ആസ് ഫാർ ആസ് ഐ can observe is very good. Universal hostel culture is the best hostel culture. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് അറ്റൻഷൻ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഇൻഡിവിജ്വൽ ആയിട്ട് അത് നിങ്ങൾക്ക് വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടാൻ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ളത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇൻഡിവിജ്വലിസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന അപ്രോച്ചാണ് യൂണിവേഴ്സലിൽ ഉള്ളത്. അത് ലൈഫ് ഒരു വലിയ ലോങ് റൺ ആണ് അല്ലെ?
അപ്പൊ ആ ലോങ് റണ്ണില് നമ്മൾ എത്രമാത്രം ഇവിടുന്ന് ഇപ്പൊ ഫസ്റ്റ് തുടക്കമാണല്ലോ, +1 +2 ഇതെന്ന് പറഞ്ഞ ബേസ് ആണ്. ഇവിടുന്ന് എടുക്കുന്ന ഒരു ജമ്പാണ് നിങ്ങളുടെ ലൈഫിലോട്ടുള്ള ലീപ്പ്. എപ്പോഴാണോ നമ്മൾ നമ്മുടെ ബിലീവ് ചെയ്യുന്നത്, നമ്മുടെ കാപ്പബിലിറ്റീസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നത്, നമ്മൾ പിന്നെ സക്സസ് ആണ് കയ്യിലോട്ട്. അതാണ് നമ്മുടെ സക്സസ്. ഓക്കെ. ഡോക്ടർ ഷമീല യൂണിവേഴ്സലിൽ പഠിച്ചു. അത് കഴിഞ്ഞ് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പൂർത്തിയാക്കി. ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MD പീഡിയാട്രിക്സ് പൂർത്തിയാക്കി. ഇപ്പോൾ MD പീഡിയാട്രിക്സിന് ശേഷമുള്ള SRഷിപ്പ് അതിൻ്റെ അവസാന ഘട്ടങ്ങളിലാണ് ഷമീല. ഡോക്ടർ ഷമീല, ഇപ്പം MD പീഡിയാട്രിക്സ് കഴിഞ്ഞു SRഷിപ്പ് ചെയ്യുന്നു കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ. ഞാനിവിടെ യൂണിവേഴ്സലിൽ ഫസ്റ്റായിട്ട് ജോയിൻ ചെയ്ത +1 ട്യൂഷന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം +1 +2 ട്യൂഷൻ ഈസി ആക്കുക എന്നുള്ളതിലായിരുന്നു ഇനീഷ്യലി ഞാൻ ജോയിൻ ചെയ്തത്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ യൂണിവേഴ്സലിന് 15 ഇയേഴ്സ് മുന്നേ ഉള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പം ഒരു ഫ്രണ്ട് വഴിയാണ് ഇങ്ങനെ യൂണിവേഴ്സലിനെ പറ്റി അറിയുന്നതും. അങ്ങനെ എക്സാമൊക്കെ നന്നായിട്ട് എഴുതി 5000 ആയിരുന്നു എൻ്റെ റാങ്ക്. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്ക് കിട്ടിയപ്പം വിചാരിച്ചു റിപ്പീറ്റ് ചെയ്യാം. കാരണം വീട്ടിലും ഫാമിലീസ് ഒന്നും അങ്ങനെ ഡോക്ടർ ഫാമിലി ഒന്നും ആയിരുന്നില്ല. അപ്പം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്ര അടുത്തുണ്ടാകുമ്പം അങ്ങനെ ഒരു ഇതിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തു. നന്നായി പഠിച്ചു. വീട്ടിൽ നിന്ന് പോയി വരുമായിരുന്നു. അങ്ങനെ പഠിച്ചു. 1100 ആയിരുന്നു ആ സമയത്ത് റാങ്ക്. അപ്പോൾ 2 ഓപ്ഷൻസ് ആയിരുന്നു. ഒന്നെങ്കിൽ MBBS എടുക്കാം, അല്ലെങ്കിൽ BDS എടുക്കാം. BDS ആകുമ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കിട്ടും. MBBS ആകുമ്പം സ്വാശ്രയ മെഡിക്കൽ കോളേജിലാണ് കിട്ടുക. അപ്പം MBBS ആകുമ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ അന്ന് MBBS എടുത്തു. മെറിറ്റ് സീറ്റിൽ MBBS എടുത്തു. അപ്പം അവിടെ വന്നപ്പോൾ അപ്പം ഞാൻ കണ്ണൂർ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. ക്യാമ്പസ് ലൈഫ് അടിപൊളിയായിരുന്നു. ഫ്രണ്ട്സൊക്കെ കുറേ പല സ്റ്റേറ്റിൽ നിന്നുള്ള ഫ്രണ്ട്സുകൾ വന്നു, ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ഫ്രണ്ട്സുകൾ വന്നു. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ MBBS കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് MDക്ക് ആയിരുന്നു. ആ സമയത്ത് വീണ്ടും 1 വർഷം പഠിക്കാനിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞു. ആ സമയത്ത് എനിക്ക് 8000 ആയിരുന്നു റാങ്ക് നമ്മൾ PGക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പം എപ്പോഴും നമ്മൾ MBBS പഠിച്ചപ്പോഴും കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ PG ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ കുറേ ക്ലിനിക്കൽ കേസസ് എല്ലാം കാണാൻ പറ്റുന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കോളേജിൽ PG ചെയ്യണം എന്നുള്ള ഒരു മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും 2 ഇയേഴ്സ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തു. പിന്നെ ആ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. സീന എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. അങ്ങനെ ഞങ്ങൾ നമുക്ക് ഒരുമിച്ചൊരു 4 മന്ത് ഒന്ന് പ്രിപ്പയർ ചെയ്താലോ, എക്സാമിൻ്റെ മുന്നേ, അതായത് PG എൻട്രൻസിൻ്റെ മുന്നേ ഒരു 4 മന്ത് മുന്നേ പ്രിപ്പയർ ചെയ്താലോ എന്നുള്ളൊരു ഡിസിഷനിലെത്തുകയും ബാക്കി ഒരു 2 ഇയേഴ്സ് മുന്നേ ഉള്ള നോട്ട്സൊക്കെ കയ്യിലുണ്ട്. ആ നോട്ട്സ് വെച്ചിട്ട് ആ 4 മാസം താറോമായിട്ട് അങ്ങ് ഇരുന്ന് പഠിച്ചു. ആദ്യത്തെ 2 മാസം ഫുൾ ഇരുന്ന് ടോപ്പിക്ക് റെഡി ആക്കണമല്ലോ. കാരണം 2 ഇയേഴ്സ് മുന്നേ ആകുമ്പോൾ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. SPM എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ മാറ്റങ്ങൾ വരും. അപ്പോൾ അതെല്ലാം പ്രിപ്പയർ ചെയ്ത് ആ ഫസ്റ്റ് 2 മന്ത് ഫുൾ ഇരുന്ന് പഠിച്ചു. നെക്സ്റ്റ് 1 മന്ത് റിവൈസ് ചെയ്തു. ഇനീഷ്യലി സബ്ജക്റ്റ് വൈസ് ടോപ്പിക് വൈസ് ടെസ്റ്റാണ് ചെയ്തിരുന്നത്. ലാസ്റ്റ് 1 മന്ത് ഗ്രാൻഡ് ടെസ്റ്റ് ഫുൾ ടോപ്പിക് കവർ ചെയ്യുന്ന 19 സബ്ജക്ട്സ് ഉണ്ട്. ഇവിടുത്തെ നിങ്ങൾ ഓരോ സബ്ജക്റ്റിന് 4 സബ്ജക്റ്റും കൂടി കൂട്ടിയതായിരിക്കും ചിലപ്പോൾ ഒരു സബ്ജക്റ്റ്. അപ്പം അങ്ങനെ ലാസ്റ്റ് 1 മന്ത് സെലക്റ്റീവ് ടോപ്പിക്സും ഗ്രാൻഡ് ടെസ്റ്റും. അപ്പോൾ ഓരോ ഇനീഷ്യലി ഞാൻ 4 മന്ത് മുന്നേ എക്സാം എഴുതിയപ്പോഴുള്ള റാങ്ക് ആയിരുന്നില്ല. ഓരോ തവണയും ഇങ്ങനെ റാങ്ക് മാറിക്കൊണ്ടേയിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഓൺലൈൻ ടെസ്റ്റാണ് അന്ന് ചെയ്തിരുന്നത്. ഞാൻ ഹോസ്റ്റലിൽ തന്നെ ഇരുന്നാണ് പഠിച്ചത്. അങ്ങനെ എക്സാം എഴുതി. ആ സമയത്ത് നല്ലൊരു കോളേജിൽ കിട്ടണം, നല്ലൊരു PG കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. വേറെ മാർക്ക് കൂട്ടാനോ ഒന്നും ഞാൻ പോയില്ല. കാരണം ബാക്കിയുള്ളവരെ മാർക്കൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ റിസൾട്ട് വന്നു. അങ്ങനെ PG റാങ്ക് 500, ഓൾ ഇന്ത്യ റാങ്ക് 500, കേരള റാങ്ക് 64. അന്നേരമായിരുന്നു ഞാനും തന്നെ ഇത്രയും മാർക്ക് ഉണ്ടായിരുന്നു ഞാൻ എക്സാമിനെ പറ്റിയൊന്നും യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്.
എന്നെക്കൊണ്ട് മാക്സിമം പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഷുവറായിട്ടുള്ള മൈൻഡ് എനിക്കുണ്ടായിരുന്നു. അപ്പം റാങ്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി, എല്ലാവർക്കും സന്തോഷം. അങ്ങനെ പിന്നെയുള്ള ചൂസ് ചെയ്യാം, ഏത് ജനറൽ മെഡിസിൻ, ഗൈനക്ക്, പീഡിയാട്രിക്സ്, അങ്ങനെ കുറേ ബ്രാഞ്ചസ് ഉണ്ടല്ലോ, റേഡിയോളജി. അങ്ങനെ പീഡിയാട്രിക്സ് ചൂസ് ചെയ്തു. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. അവിടെ നമുക്ക് ഇഷ്ടം പോലെ കേസസ്, അക്കാദമിക് ആയാലും ഇഷ്ടം പോലെ എല്ലാ കേസസും നമ്മൾ കാണും. അത്രയും നമ്പർ ഓഫ് പേഷ്യൻസ്. അങ്ങനെ ഫുൾ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ 3 years. അതിനിടയിൽ എനിക്കൊരു മോനുണ്ടായി, അവനെ വെച്ച് ബാക്കി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് അൽമാസ് ഹോസ്പിറ്റലിൽ 1 year വർക്ക് ചെയ്തു. ഇപ്പം സീനിയർ റെസിഡൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഒരു ജേണി. അഞ്ജു ഇതേപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ നിന്ന് +2 പൂർത്തിയാക്കി, 1 വർഷം റിപ്പീറ്റ് ചെയ്തു. അത് കഴിഞ്ഞു ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പൂർത്തിയാക്കി. ഇപ്പോൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ PG എഴുതി നല്ല റാങ്ക് കിട്ടി. ഷി ഹാസ് ബീൻ സെലക്റ്റഡ് ഫോർ DNB അഗെയിൻ ജനറൽ സർജറി. ഇൻ മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, എവറി ഡേ ടേക്ക് എ മൊമെൻറ്റ് ടു അപ്രിഷ്യേറ്റ് യുവർ സെൽഫ്. അതായത് നിങ്ങളിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന സ്ട്രെസ്സ് ഒരു പക്ഷേ എനിക്ക് തന്നാൽ നിങ്ങളെക്കാളും നന്നായി അത് ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയാം. ഒന്ന്, നിങ്ങളെക്കാളും പ്രായമുണ്ട്, നിങ്ങളെക്കാളും കുറച്ചും കൂടെ സ്ട്രെസ്സ് കണ്ടു വന്ന ഒരാളായതുകൊണ്ട്. പക്ഷേ നിങ്ങളെന്ന് പറയുമ്പം യു ആർ ടു യങ് ഫോർ ദിസ് കൈൻഡ്സ് ഓഫ് സ്ട്രെസ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വീട് വിട്ട് നിൽക്കുന്ന ടൈം, വളരെ കോമ്പറ്റീറ്റീവ് എൻവയൺമെൻറ്റ്, നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. സോ നിങ്ങളിത് പലരും ഹാൻഡിൽ ചെയ്യുന്ന രീതികളും പല രീതിയിലായിരിക്കും. അപ്പം നിങ്ങൾ കുറച്ച് ഇമ്മച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം ഡോണ്ട് ഫർഗെറ്റ് ടു അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. എല്ലാ ദിവസവും ജസ്റ്റ് കിടക്കുമ്പം ഒരു 1 minute എങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ടെൽ ടു യുവർ സെൽഫ് ദാറ്റ് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, യു ആർ ഡൂയിങ് യുവർ ബെസ്റ്റ്. അത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഭയങ്കര കോമ്പറ്റീറ്റീവ് എൻവയൺമെൻ്റ് ആണ്. നിങ്ങൾ തന്നെ നിങ്ങളെ ഹാപ്പി ആക്കി വെക്കാനും ബി അറ്റ് പീസ് വിത്ത് യുവർ സെൽഫ്. യു ഷുഡ് ബി പ്രസൻറ്റ് ഫോർ യുവർ സെൽഫ് ഓൾവേസ്. സോ വാട്ട് എവർ ബി യുവർ റാങ്ക് ഓർ മാർക്ക്, എല്ലാ ദിവസവും ഒരു മിനിറ്റ് എങ്കിലും കിടക്കുന്നതിന് മുന്നേ എടുത്തിട്ട് ജസ്റ്റ് ടെൽ ടു യുവർ സെൽഫ് ദാറ്റ് ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഓക്കെ, യു ആർ ഡൂയിങ് യുവർ ബെസ്റ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, ദ കീ ടു എനി എൻട്രൻസ് എക്സാമിനേഷൻ ഇസ് കൺസിസ്റ്റൻസി. ഇഫ് യു വർക്ക് ഹാർഡ് ടുഡേ, മേക്ക് ഷുവർ യു വർക്ക് ഹാർഡർ ടുമോറോ. എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാൻ കഴിയും വിൽ മാറ്റർ ഇൻ കോമ്പറ്റേറ്റീവ് എക്സാംസ്. പിന്നെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, എക്സാം എഴുതുമ്പം കുറച്ചും കൂടെ ക്ലിയർ മൈൻഡ് സെറ്റ് ചെയ്യുക, വൈഡായിട്ട് ചിന്തിക്കാൻ കഴിയണം. അങ്ങനെ നമുക്ക് വൈഡായിട്ട് ചിന്തിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി ഒരു എന്താ പറയുക, സ്ട്രെസ് ഇല്ലാത്തൊരു രീതിയിൽ ഇരിക്കാൻ കഴിയണം. അങ്ങനെ ഇരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ പോസിറ്റീവായിട്ട് വെക്കാൻ പഠിക്കണം. പിന്നെ ഇറ്റ്സ് നോട്ട് ദി ക്വാളിറ്റി ഓഫ് യുവർ റിവിഷൻസ് ബട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് യുവർ റിവിഷൻസ്. ദ മോർ യു റിവൈസ് യു വിൽ ഹാവ് ഒരു സോർട്ട് ഓഫ് പിക്ചോറിയൽ മെമ്മറി ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വിൽ ഹെൽപ്പ് യു ഇൻ കോമ്പറ്റേറ്റീവ് എക്സാംസ്. നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് പഠിക്കുന്ന പോലെ പഠിച്ച് ബോർഡ് എക്സാം എഴുതുന്ന പോലെ എൻട്രൻസിനെ കാണരുത്. ഇതൊരു വേറെ ഗെയിമാണ്. കുറച്ചും കൂടെ നിങ്ങളുടെ നമ്പർ ഓഫ് റിവിഷൻസ്, അതായത് നിങ്ങളൊരു 5 times ഒരു പാഠം റിവൈസ് ചെയ്തിട്ട് എക്സാം എഴുതുമ്പം 10 times ആ പാഠം ഓടിച്ചു വിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന ആൾ വിൽ സ്കോർ ബെറ്റർ ദാൻ യു. ഞാൻ സർജറി വളരെ ഇഷ്ടപ്പെട്ട് എടുത്ത ഒരു ബ്രാഞ്ചാണ്. അപ്പം ഞാൻ ഒരു സർജൻ ആകണം എന്ന് ആഗ്രഹിച്ചപ്പം 90% ഓഫ് ദി ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞത് വൈ യു വാണ്ട് ടു ബിക്കം എ സർജൻ. ഒന്നാമത് അതൊരു മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡാണ്. പിന്നെ വളരെ ഫിസിക്കലി ഡിമാൻഡിങ് ഫീൽഡാണ്. മെൻ്റലി അതിലേറെ ഡിമാൻഡ് ചെയ്യും. അത്യാവശ്യം നല്ല ടോക്സിസിറ്റി ഉള്ള ബ്രാഞ്ചാണ്. പിന്നെ ഇറ്റ് ടേക്സ് ടൈം ടു സെറ്റിൽ. ബീങ് എല്ലാ സർജിക്കൽ ഫീൽഡ് വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം സെറ്റിൽ ചെയ്യാൻ. അതായത് ഈ 3 years കഴിഞ്ഞിട്ട് എനിക്കറിയാം എനിക്ക് ഇനിയും ഒരു എൻട്രൻസ് എക്സാം ഉണ്ടെന്ന്. കുറച്ചും കൂടെ ബ്രാഞ്ച് ആണെങ്കിൽ നമുക്ക് നിർത്താം. പക്ഷേ ഇതാകുമ്പോൾ എനിക്ക് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി എൻട്രൻസും കൂടെ എൻ്റെ മുന്നിലുണ്ട്. അതിനൊരു അടുത്ത 3 years എടുക്കും. പിന്നെ സർജറി ഈസ് ഓൾ അബൌട്ട് സ്കിൽസ്. നമ്മുടെ കൈ തെളിഞ്ഞ ഒരു സർജൻ ആകണം എന്നുണ്ടെങ്കിൽ മിനിമം 10 to 15 years ഓഫ് ബ്ലഡ് ആൻഡ് സ്വെറ്റ് നമ്മൾ ആ ഫീൽഡിലോട്ട് അത്ര ഇടണം. ഇറ്റ്സ് നോട്ട് ഈസി എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പം എന്നിട്ടും ഐ സ്റ്റിൽ ഐ എം എ ഗേൾ, ഐ ഷുഡ് ഹാവ് എ ഫാമിലി. അപ്പം അങ്ങനെ ഒപ്പീനിയൻസ് ഒരുപാട് വന്നിട്ടും എൻ്റെ മുന്നിലുള്ളൊരു 10 to 15 years സ്ട്രഗിളാണെന്ന് വളരെ നല്ല ബോധ്യമുണ്ടായിട്ടും ഐ സ്റ്റിൽ ചോസ് ടു ബി എ സർജൻ ബിക്കോസ് ദാറ്റ്സ് വാട്ട് ആക്ച്വലി ഐ വാണ്ടഡ്. അപ്പം ഇഫ് യു വാണ്ടഡ്
if you wanted to be a doctor, like that is what you wanted to do the rest of your life, you should stick to your plan. അതിനെ റിഗ്രറ്റ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോഴും you should think to yourself that it's okay, it's fine, everything will be all right at the end. Thank you. പലപ്പോഴും പലതും ജീവിതത്തിൽ നിമിത്തങ്ങളാണ്. ചിലരെ കാണുന്നത്, ചിലരെ കേൾക്കുന്നത്, ചിലരുമായി ഇന്ററാക്ട് ചെയ്യുന്നത് ഒക്കെ ആളുകളെ മനസ്സിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കും. ഞാൻ ഡോക്ടർ ആവുന്നുണ്ടെങ്കിൽ നല്ല വിൽ പവർ വേണം, അതിലൊരു ആത്മധൈര്യം വേണം, ഒരു ഇനീഷ്യേറ്റീവ് വേണം. ആ ജേണി കുറച്ച് ലോങ് ജേണിയാണ്. എൻ്റെ പേര് ഫാത്തിമ ഷഹാന. ഞാൻ M1 ബാച്ചിലാണ് പഠിക്കുന്നത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ സീരീസ് ഉണ്ടല്ലോ, ഡോക്ടേഴ്സ് വിത്ത് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, അത് തുടങ്ങണ മുന്നേ എൻ്റെ മനസ്സിൽ ചെറിയൊരു ചിന്ത ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ AF സാറിന് വലിയ പ്രമുഖരായ സ്പീക്കേഴ്സിനൊക്കെ കൊടുന്നൂടെ എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ 2-3 സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായി ഇതിലും വലിയ മോട്ടിവേഷൻ നമുക്ക് വേറെ കിട്ടാനില്ല. കാരണം നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഡിഫിക്കൽട്ടായിട്ടുള്ള ജേണി ഉണ്ടല്ലോ, അതൊക്കെ പാസ് ചെയ്ത് എന്താ പറയുക അതിജീവിച്ച് ഏറ്റവും വലിയ വലിയ ഉയരങ്ങളെത്തിയ ആൾക്കാരാണ് ഇവരെന്ന് പറയുന്നത്. അവർ ഈ സ്റ്റോറി കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഇൻസ്പിറേഷനും മോട്ടിവേഷനും പുറത്തുനിന്നൊരു സ്പീക്കർ വന്നാൽ കിട്ടൂല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്.